അമ്മായി, എന്റെ വീട് ഈ മഴയത്ത് നശിച്ചുപോയി. എന്റെ മക്കളും ഞാനും വീടില്ലാത്തവരായി. മനസ്സിലാവുന്നില്ല ഈ കൊടുങ്കാറ്റിൽ എവിടെ പോകണമെന്ന്, എന്ത് ചെയ്യുമെന്ന്. ഇത്രയും വലിയ കാര്യം സംഭവിച്ചിട്ടും നീ എന്നോട് എന്താണ് പറയാത്തത്? പെട്ടെന്ന് തന്നെ എന്റെ കൂട്ടിലേക്ക് വരൂ. സംസാരിച്ച് സമയം കളയണ്ട. മിട്ടു അമ്മായി പറഞ്ഞത് കേട്ട് റാണിയും സോനുവും മോനുവും പെട്ടെന്ന് തന്നെ അവരുടെ കൂട്ടിലേക്ക് എത്തി. കുട്ടികളെ, നിങ്ങൾ തണുപ്പിൽ വിറയ്ക്കുന്നുണ്ടല്ലോ. എന്റെ കയ്യിൽ കുറച്ച് ധാന്യമുണ്ട്. ഞാൻ നിങ്ങൾക്ക് സൂപ്പ് ഉണ്ടാക്കി കൊണ്ടുവരാം. കുറച്ച് ചൂട് കിട്ടിയാൽ നിങ്ങൾക്ക് സുഖം തോന്നും. അല്പസമയത്തിനുള്ളിൽ മിട്ടു അമ്മായി എല്ലാവർക്കും വേണ്ടി ചൂടുള്ള സൂപ്പ് ഉണ്ടാക്കി കൊണ്ടുവന്നു. സോനുവും മോനും അത് ഒറ്റയടിക്ക് തീർത്തു. റാണി, നീ സൂപ്പ് കുടിച്ചില്ലേ? പെട്ടെന്ന് തന്നെ സൂപ്പ് കഴിച്ചു തീർക്കൂ. നിനക്ക് വയ്യാത്തതല്ലേ? പോയി കുറച്ച് വിശ്രമിക്കൂ. മിട്ടു അമ്മായി, നിങ്ങളുടെ ഈ ഉപകാരത്തിന് ഞാൻ എന്ത് പകരം നൽകും? ഇന്ന് നിങ്ങൾ ഞങ്ങളെ സഹായിച്ചിരുന്നില്ലെങ്കിൽ ചിലപ്പോൾ ഈ മഴയിൽ ഞങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെടുമായിരുന്നു.